ബഹുമാന്യമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വാചിത് ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായി ജീവിച്ച് മുസ്ലിമായി മരിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീന പള്ളിയിലേക്ക് ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരുമ്പോൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയോട് ചേർന്നിരുന്നു കൊണ്ട് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു കരയുന്ന കാഴ്ചയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാണുന്നത്. മുആദ്, എന്തുകൊണ്ട് നീ കരയുന്നു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തോട് അന്വേഷിക്കുമ്പോൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പോയൊരു വാക്ക്, ഒരു വാചകം എന്നെ വല്ലാതെ അലോസരപ്പെടുത്തുന്നു, എന്നെ ദുഃഖിതനാക്കുന്നു, എന്നെ കണ്ണീർ പൊഴിക്കാൻ നിർബന്ധിതനാക്കുന്നു എന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നുണ്ട്. എത്ര ആഴത്തിൽ ചിന്തിച്ചുകൊണ്ട് നിന്നെ കണ്ണീർ വാർക്കാൻ മാത്രം പ്രേരിപ്പിക്കുന്ന ആ വാചകം ഏതാണെന്ന് ഉമർ റളിയല്ലാഹു അൻഹു അന്വേഷിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിൻ റസൂൽ പറഞ്ഞൊരു വാചകമുണ്ടല്ലോ, അസ്യറു മിന റിയായി ശിർഖുൻ എന്ന്. വളരെ ലളിതമായ ഏറ്റവും ചെറിയ അളവിലുള്ള ലോകമാന്യത പോലും ഷിർക്കാണ്, അതും ഒരു തരം ബഹുദൈവത്വമാണ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാചകം അത് വല്ലാതെ എന്നെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നുണ്ട് എന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു, വളരെ ശ്രദ്ധേയനായ സഹാബിയാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വളരെ ചെറിയൊരു പ്രായം, ഒരു യൗവന കാലഘട്ടത്തിൻ്റെ ഏറ്റവും തിളക്കമാർന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം മരണപ്പെട്ടു പോയ വ്യക്തിയാണ്. കൗമാര കാലഘട്ടവും യുവത്വത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലും അദ്ദേഹം അള്ളാഹുവും റസൂലിനൊപ്പം സഞ്ചരിച്ച സഞ്ചാരങ്ങളും അദ്ദേഹം സ്വയത്തമാക്കിയ അറിവുകളും അദ്ദേഹം ഏറ്റെടുത്ത് നിർവഹിച്ചുള്ള കർത്തവ്യങ്ങളുമൊക്കെ സഹാബാക്കൾ, സമകാലീനായ സഹാബാക്കൾക്ക് പോലും പ്രശംസിക്കാവുന്ന വിധം അത്രയും ഉയരത്തിലുണ്ടായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പോലൊരു സഹാബി, പ്രവാചകന്മാർക്കിടയിലെ ഇബ്രാഹിം എന്ന് പറയും പോലെയാണ് സഹാബാക്കൾക്കിടയിലെ ഒരു ഇബ്രാഹിമാണ് ഇന്ന് ഉമ്മത്തൻ കാനിത്ത എന്ന് വരെ സഹാബാക്കൾ പറഞ്ഞിട്ടുള്ള ഒരു സഹാബിയാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. ആ സുസ്ഥിരമായ നേതൃത്വത്തിൽ അദ്ദേഹം ജീവിക്കുമ്പോൾ തന്നെ ആ സ്തുതികളും ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ആ പേരും സൽപ്പേരും ഒക്കെ തന്നെ ആ മനുഷ്യനെ വല്ലാതെ വെട്ടിയാടുന്നുണ്ട്. ഈ ജനങ്ങൾക്ക് വേണ്ടി ആയി പോകുന്നുണ്ടോ താൻ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാകെ പോയിന്നുണ്ടോ തൻ്റെ പ്രവർത്തനങ്ങൾ എന്ന ഒരു ചിന്തയാണ് ആ മനുഷ്യനെ കരയിക്കുന്നത്. അതാ റസൂല് പറഞ്ഞതും എന്ന്. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി എന്ന നിലയിൽ നമ്മൾ എന്ത് ചെയ്താലും ശരി തന്നെ അത് ഷിർക്കാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കുന്നത്. ഇത് വളരെ അപകടകരമായ ഒരു അവസ്ഥ നമുക്ക് സൃഷ്ടിക്കുന്നുണ്ട്. ഇന്ന് നമ്മളെല്ലാവരും ഇത് ബാധിക്കപ്പെടുന്ന വ്യക്തികളാണ്. പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അമലുകൾ ചെയ്യുന്നവർക്ക് ഈ വിഷയത്തിൽ പ്രശ്നമുള്ളൂ. റിയാ എന്ന് പറയുന്ന ജനങ്ങളെ കാണിക്കാൻ വേണ്ടി എന്ന നിലയിലേക്ക് നമ്മുടെ അമലുകൾ മാറുമ്പോൾ തീർത്തും വിപരീതമായൊരു പ്രതിഫലമായിരിക്കും നമ്മൾ തേടി വരിക. നമ്മൾ എന്തിനു വേണ്ടിയാണോ ഈ പ്രവൃത്തികൾ ചെയ്യുന്നത് ആ ലക്ഷ്യത്തിൽ നമ്മൾ എത്തിച്ചേരില്ല, അതിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയില്ല. നമ്മൾ നമസ്കരിക്കുന്നുണ്ട്, നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, അങ്ങനെ ഹജ്ജ് ചെയ്യുന്നു, ഉംറ ചെയ്യുന്നു, ഒട്ടനവധി സൽക്കർമ്മങ്ങൾ നമ്മൾ ജീവിതത്തിൽ നമ്മൾ പാലിക്കുമ്പോഴും അത് പ്രവർത്തിക്കുമ്പോഴും ഇതെല്ലാം നാളേക്കുള്ള നിക്ഷേപങ്ങളാണ് നമ്മൾ എണ്ണിക്കണക്കാക്കി വെക്കുമ്പോഴും ഇതിലേക്ക് എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ജനങ്ങളെ കാണിക്കണമെന്നൊരു മനോഭാവം കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് അള്ളാഹുവിന് മുമ്പിൽ നിൽക്കില്ല, ഈ അമലുകൾക്ക് പ്രസക്തി ഉണ്ടാവില്ല. എന്നല്ല, അള്ളാഹുവിനോടൊപ്പം നിങ്ങൾ പങ്കുചേർത്തവനെ പോലെ, ജനങ്ങളെയും നിങ്ങൾ പങ്കുചേർത്തവരെ പോലെ നിങ്ങൾ കുറ്റവാളികളായി തീരുന്ന സാഹചര്യം ഉണ്ടാകും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറയുന്നത്. ഈ റസൂലിന് മുമ്പിൽ സഹാബി വന്നിട്ട് പറയുന്നുണ്ട്, ജുന്ദുബ് ഇബ്നു സുഹൈർ അസ്ഹരി എന്ന സഹാബി നബിയുടെ മുമ്പിലേക്ക് വന്നിട്ട് റസൂലിനോട് പറഞ്ഞു, നബിയെ, ഞാൻ നല്ല സൽപ്രവർത്തികളൊക്കെ ചെയ്യുന്ന ഒരാളാണ്, നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുമാണ്, അതെല്ലാം അള്ളാഹുവിന് വേണ്ടിയാണ് കേട്ടോ, അള്ളാഹുവിന് വേണ്ടിയാണ് ഞാൻ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പോരാടുന്നത്, ഞാൻ ജിഹാദിന് വേണ്ടി തയ്യാറാകുന്ന പടച്ചവൻ്റെ മാർഗത്തിൽ പോരാടുന്നുണ്ട്, ധീരധീരം പോരാടുന്നുണ്ട്, റബ്ബിന് വേണ്ടിയാണ്, വേറെ ഉദ്ദേശവുമില്ല. പക്ഷേ അതൊക്കെ ചെയ്യുമ്പോഴും ജനങ്ങൾ കൂടി കണ്ടോട്ടെ, ജനങ്ങൾ നല്ലത് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സാമാന്യമായ ഒരു മനുഷ്യൻ്റെ ഒരു ആഗ്രഹം എന്ന പോലെ എനിക്ക് അത്തരം ഒരു ആഗ്രഹം കൂടിയുണ്ട് റസൂലേ, അത് തെറ്റായി പോകുമോ എന്ന് റസൂലിന് മുമ്പിൽ ചോദ്യം.
പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞില്ല. റസൂലിന് വ്യക്തമായ ഒരു പെട്ടെന്നൊരു മറുപടി പറയാൻ കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. അദ്ദേഹം അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നതെന്ന് പറയുന്നത്. അള്ളാഹുവിന് വേണ്ടി നല്ല കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. യുദ്ധത്തിനടക്കം പങ്കെടുക്കുമ്പോൾ, ധീരവീരൻ നമ്മൾ പോരാടുമ്പോൾ അത് 10 ജനങ്ങൾ കണ്ടോട്ടെ, 4 ആൾ കാണുകയും നല്ല അഭിപ്രായം പറയുകയും ചെയ്യണമെന്നത് സാമാന്യമായ ഒരു മനുഷ്യന്റെ ആഗ്രഹമാണ്. ആഗ്രഹം കൂടി ഒപ്പമുണ്ട്. തെറ്റായി പോകുമോ എന്ന് റസൂലിന് മറുപടിയില്ല. പക്ഷെ അള്ളാഹുവിന് മറുപടി ഉണ്ടായിരുന്നു. സൂറത്തുൽ കഹ്ഫിലെ അവസാനത്തെ ആയത്ത് ആ സന്ദർഭത്തിൽ ഇറങ്ങുന്നത് ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ എന്ന്. വിശുദ്ധ ഖുർആൻ അള്ളാഹു മറുപടി പറയാണ്, നിങ്ങൾക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹമുണ്ടോ? റബ്ബിനെ കാണാൻ കൊതിയുണ്ടോ നിങ്ങൾക്ക്? അള്ളാഹുവിനെ കണ്ടുമുട്ടണം. പരലോകത്ത് സ്വർഗത്തിൽ വെച്ച് അള്ളാഹുമായി കൂടിക്കാഴ്ചയ്ക്ക് ഒരു അവസരമുണ്ട് വിജയികൾക്ക് വേണ്ടി മാത്രം. ആ പരലോക വിജയം സ്വയത്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ, റബ്ബുമായി കൂടിക്കാഴ്ചയ്ക്ക് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു തീരൂ. നല്ലത് പ്രവർത്തിക്കണം. നല്ലത് പ്രവർത്തിച്ചാൽ മാത്രം പോരാ, നല്ലത് പ്രവർത്തിക്കുമ്പോൾ അതിൽ ശിർക്ക് വരാനേ പാടില്ല. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യരുതേ എന്ന് അള്ളാഹുവിന്റെ മറുപടി. ജനങ്ങൾ പ്രശംസിക്കാൻ വേണ്ടിയിട്ടൊരു പ്രവൃത്തി ചെയ്താൽ അതിനെ ശിർക്കായിട്ട് കണക്കാക്കി അള്ളാഹുവിന്റെ മറുപടി. അള്ളാഹുവിനെ കാണിക്കാൻ, അള്ളാഹുവിന് തൃപ്തിക്ക് വേണ്ടി, ആ വജ്ഹിന് വേണ്ടി ആയിരിക്കണം നമ്മൾ ഓരോ പ്രവൃത്തിയും. ഇത് റമളാനിലേക്ക് കടക്കണം. നമ്മൾ ശഅബാൻ മാസത്തിൽ എത്തി നിൽക്കണം. നമ്മൾ ഇവിടെ നിന്നേ വിശുദ്ധീകരണങ്ങൾ തുടങ്ങണം. നമ്മൾ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന്. ഈമാനാണല്ലോ. മൻ കാമ റമളാൻ ഈമാനും വഹ്തിസാബൻ ഗഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്ന്. റമളാൻ വരുമ്പോൾ നമ്മൾ ആദ്യം മുതൽ പഠിക്കുന്ന ഒരു പാഠമാണ് ഈ ഹദീസാണ്. ഈമാനും വഹ്തിസാബോടുകൂടി അള്ളാഹുവുള്ള വിശ്വാസവും പടച്ചവനിൽ നിന്നുള്ള നിസ്സീമമായ പ്രതിഫലവും കാംക്ഷിച്ചുകൊണ്ട്, നിഷ്കളങ്കമായ ആത്മാർത്ഥമായ പടച്ചവന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ആര് നോമ്പെടുക്കുന്നു? അള്ളാഹുവുള്ള വിശ്വാസവും പടച്ചവന്റെ ഭാഗത്തുള്ള പ്രതിഫലവും മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ആര് രാത്രി നമസ്കരിക്കുന്നു അവൻ പൂർവ്വപാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അള്ളാഹുവിന് വേണ്ടിയായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന അവസ്ഥയിലേക്ക് മാറണം. അവിടെ നന്നാക്കേണ്ടതുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ അങ്ങനെയല്ല. നമ്മുടെ അമലുകൾ, ഒരു ഹജ്ജിനും ഉംറയ്ക്കും ഒക്കെ പോകുന്ന ആൾക്കാർ പോലും അത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട, ജനങ്ങളുടെ ഇടയിൽ തനിക്കൊരു ഖ്യാതി ഉണ്ടാക്കേണ്ട ഒരു പ്രവൃത്തിയാക്കി മാറ്റിയിട്ടുണ്ട്. ഇന്ന് അമലുകളല്ലല്ലോ നടക്കുന്നത്. കഅബയ്ക്ക് ചുറ്റും നടക്കുന്നത് തവാഫാണോ? അവിടെ നടക്കുന്നത് ഹജ്ജാണോ ഉംറയാണോ? നമുക്കറിയാൻ കഴിയുന്നില്ല. ആൾക്കാർ അവിടെ നടക്കുന്നത് സെൽഫിയാണ് നടക്കുന്നത്. അവനവന്റെ ഇൻസ്റ്റയിലേക്കും ഫേസ്ബുക്കിലേക്കും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് ഇതാ ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്, ഹറമിലാണ്, ഇവിടെ ഈ പോകുന്ന ആൾക്കാർ ഈ രാജ്യക്കാരാണ്, സുഡാനികൾ ഈ പോകുന്നു. ഇങ്ങനെ ഈ വിധത്തിൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ റീച്ച് കൂട്ടാനും ജനങ്ങളുടെ ഒരു പ്രശസ്തി സൃഷ്ടിക്കാനും വേണ്ടിയിട്ട്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി എന്ന നിലയിൽ ഹജ്ജും ഉംറയും വരെ എത്തിയിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക് വരെ നമ്മൾ എത്തിയിരിക്കുന്നു. അമലുകളെ ബാധിച്ചുകൊണ്ടേയിരിക്കുന്നു, തുരങ്കം വെച്ചുകൊണ്ടേയിരിക്കുന്നു, നമ്മുടെ അമലുകൾ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ ഉമ്മത്തിന് ശിർക്ക് ഭയപ്പെടുന്നു എന്ന് ചോദിക്കുമ്പോൾ, ശിർക്ക് ഞാൻ ഭയപ്പെടുന്നില്ല. ശിർക്കല്ല ഭയപ്പെടുന്നത്, അവരുടെ താൻപൊലിമകളാണ് ഞാൻ ഭയപ്പെടുന്നത്. അവർ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പ്രവൃത്തികളിലേക്ക് മാറുമ്പോൾ അത് അവരിലേക്ക് ശിർക്ക് കൊണ്ട് എത്തിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് റസൂൽ വ്യക്തമാക്കുന്നത്. നമ്മൾ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി, ആൾക്കാരെ കാണിക്കാൻ വേണ്ടി നിലയിലേക്ക് പ്രവൃത്തികൾ മാറ്റിയാൽ തീർച്ചയായിട്ടും അത് ശിർക്കായി മാറുകയാണ്. അത് ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യമാണ്. ജനങ്ങളെ കാണിക്കുക എന്നതിലേക്കും അതിലൂടെ ജനങ്ങളുടെ പ്രസിദ്ധനാകാൻ വേണ്ടിയിട്ട് നമ്മൾ അമലുകൾ ചെയ്യാൻ പാടില്ല. അമലുകൾ എന്നല്ല, നമ്മളിപ്പോൾ ഒരു അവസ്ഥയാണ്, നമ്മുടെ പൊതുവിൽ ഇപ്പോൾ ജനങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അമലുകൾ എന്നല്ലേ, ഹജ്ജും ഉംറയും എല്ലാം. കാൽനടയായി ഇവിടെ നിന്ന് ഹജ്ജിന് പോയവന്റെ ഉദ്ദേശം എന്താണ്? ഇവിടെ നിന്ന് അങ്ങറ്റം വരെ കാൽനടയായിട്ട് പോകാൻ അള്ളാഹു ആവശ്യപ്പെട്ടു. അത്രയും ത്യാഗം സഹിച്ചുകൊണ്ട് നിങ്ങൾ നഗ്നപാതരായിട്ട് മുൾപാതകളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ നടന്നു നീങ്ങിക്കൊണ്ട് നിങ്ങളുടെ സാഹചര്യങ്ങളും അവസരങ്ങളും ഒക്കെ ഒത്തിരിക്കുമ്പോഴും അതൊന്നും നിങ്ങൾ ഉപയോഗപ്പെടുത്താതെ, നിങ്ങൾ സമ്പത്തുള്ളപ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ അതൊന്നും ഉപയോഗപ്പെടുത്താതെ നിങ്ങൾ ഇത്രയും സാക്രിഫൈസ് ചെയ്ത് വളരെ ത്യാഗം ചെയ്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ വരാവൂ എന്ന് അള്ളാഹു ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ അതൊക്കെ എന്ത് ചെയ്യാണ്? ഇവിടെ ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ നിന്ന് കാൽനടയായിട്ട് ഒരുപാട് പേര് പോയല്ലോ. ഇപ്പോൾ അതൊരു ട്രെൻഡായി മാറി. കാൽനടയായിട്ട് വന്നു. അങ്ങനെ പോകാൻ ഉദ്ദേശമുള്ളവർ പോയാൽ പോരെ. അങ്ങനെ പോകാൻ ഉദ്ദേശമുണ്ടെങ്കിൽ നാട് നിങ്ങൾ അനൗൺസ് ചെയ്യണോ? പോകുന്ന ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും അതൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്നോ നാട്ടുകാരെ അറിയിക്കണോ? ചാനൽ ഉണ്ടാക്കണോ? ഇതിന് വല്ല ആവശ്യമുണ്ടോ? അങ്ങനെ ഓരോ മനുഷ്യനും അമലുകൾക്ക് പോലും അതിന്റെ പിറകിൽ ഒരു പ്രശസ്തി ഉണ്ടാക്കുക. സൽക്കർമ്മങ്ങൾ എന്ത് ചെയ്താലും പ്രശസ്തി ഉണ്ടാക്കുക. നാട്ടുകാരെ പൈസ എല്ലാം പിരിച്ചെടുത്തിട്ട് ഒരു സാധുവിന് വീട് വെക്കാൻ സഹായിക്കും. ചില ആൾക്കാർ ചികിത്സിക്കാൻ സഹായിക്കും. ഈ സഹായം കൊടുക്കുമ്പോൾ ആ വീട്ടുകാരെയും അടുത്ത് വിളിച്ചു നിർത്തി ഒരു ഫോട്ടോ എടുത്ത് ആ ഫോട്ടോയോ വീഡിയോ എടുത്തിട്ട് നാട് നിങ്ങളെ പ്രചരിപ്പിക്കുമ്പോഴാണ് ചില ആൾക്കാർക്ക് സായുജ്യം ഉണ്ടാവുക. ഈ സൽപ്രവൃത്തി ചെയ്യുമ്പോൾ പോലും ഉദ്ദേശം എന്താണ്? ഒരു സാധാരണക്കാരൻ, ഒരു പാവപ്പെട്ടവനെ സഹായിച്ചിട്ട് അതിലൂടെ ഞാൻ പ്രശസ്തനായി മാറുക. പ്രശസ്തി മോഹമുണ്ടല്ലോ, പ്രശസ്തിയോടുള്ള മനുഷ്യന്റെ മോഹം വളരെ മോശപ്പെട്ട ഒരു സ്വഭാവം തന്നെയാണ്. വളരെ മോശപ്പെട്ട സ്വഭാവമാണ്.
നമ്മളെ വല്ലാതെ ബാധിച്ചിരിക്കുകയാണ്, വല്ലാതെ ബാധിച്ചിരിക്കുന്നു. ഒരു നല്ല കാര്യം ചെയ്താൽ പോലും അത് 10 പേര് അറിയുമെങ്കിൽ ചെയ്യുള്ളൂ. അറിയുമെങ്കിൽ മാത്രം പ്രവർത്തിക്കാം, അറിയുന്നില്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ട നമ്മൾ കണക്കാക്കുന്നത്. കാണാൻ ആളില്ലെങ്കിൽ എന്താ ചേലുള്ളത്? ഒരു ചേലുമില്ല പ്രവർത്തിക്കുക, അതുകൊണ്ടൊന്നും ചെയ്യില്ല. കാണാൻ ആളുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പ്രവർത്തിക്കാൻ മനസ്സുണ്ടാവുക. പലപ്പോഴും അങ്ങനെയാണ്. 10 രൂപ സഹായിക്കണമെങ്കിൽ 10 പേര് കാണാണ്ടാവണം, ആൾക്കാരെ കാണിക്കണം. നമ്മൾ എന്ത് ചെയ്താലും 10 പേരെ കാണിക്കണം. ഇത് നമ്മുടെ മനോഭാവമായിട്ടുണ്ട്. എന്തുകൊണ്ട് നമ്മൾ എത്ര രഹസ്യമായിട്ട് ചെയ്താലും, നമ്മൾ വലത് കൈ കൊടുക്കുമ്പോൾ ഇടത് കൈ പോലും അറിയാതെ ചെയ്താലും അത് കൃത്യമായി കണ്ട് കണക്കെടുത്ത് നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്ന റബ്ബുണ്ട് എന്ന വിശ്വാസം ദുർബലമായത് കൊണ്ടല്ലേ. റബ്ബ് അങ്ങനെ കണ്ടില്ലെങ്കിലോ, റബ്ബ് ഇത് കണക്കാക്കിയില്ലെങ്കിലോ, അതുകൊണ്ട് കിട്ടട്ടെ, നാട്ടിലൊരു പ്രശസ്തി കിട്ടത്തേണ്. 10 പേര് അറിയിച്ചിട്ടേ നമ്മൾ ഏത് കാര്യം ചെയ്യുള്ളൂ. ഇത് അവസ്ഥയായിട്ട് മാറിയിട്ടുണ്ട്. 10 രൂപ കൊടുത്ത് സഹായിച്ചാലും മരുന്ന് വാങ്ങിക്കാൻ പൈസ കൊടുത്താലും അതൊക്കെ നാട് നീളെ അറിയിക്കുക, അതിൽ പ്രശസ്തി ആഗ്രഹിക്കുക. നമ്മുടെ ആ ഒരു മനോഭാവം മാറണം. ഇത് അമലുകളിൽ മാത്രമല്ല, പൊതുവിൽ ഈ ടെൻഡൻസി സമൂഹത്തെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. ഒരു പ്രശസ്തി മോഹം എന്നുള്ളത് എങ്ങനെയെങ്കിലും വൈറലാകണം ആൾക്കാർക്ക്. നാണം കെട്ടായാലും കുഴപ്പമില്ല, നമ്മളൊന്ന് നാട്ടുകാർ 10 പേര് അറിയണമെന്നുള്ളൊരു മനോഭാവത്തിലേക്ക് തരം താഴ്ന്നിട്ടുണ്ട് ഇന്നത്തെ സമൂഹം എന്നുള്ളത്. എല്ലാ മേഖലയിലും ആണും പെണ്ണും ഒക്കെ കണക്കായ വിഷയത്തിൽ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊരു പ്രശസ്തി മോഹം, ഇവരുടെ സ്വാതന്ത്ര്യത്തിന്റെ മോഹം തന്നെ. സ്വാതന്ത്ര്യം എന്ന വാക്കും ഈ ഫെമിനിസം ചിന്താഗതിയൊക്കെ വരുന്നവിടെയാണ്. സ്വന്തമായി കുറെ പണം ഉണ്ടാക്കണം, 10 പേരറിയുക, പ്രശസ്തിയാകണം. ഇതിന് തടസ്സം നിൽക്കുന്നതെല്ലാം അവർക്ക് സ്വാതന്ത്ര്യത്തിന് വിഘ്നമാണ്, തടസ്സമാണ്, സ്വാതന്ത്ര്യമല്ല. 10 പേര് അറിയണം, പ്രശസ്തരാകണം, അതിന് തന്നെയും സ്വാതന്ത്ര്യം വേണം. ഇഷ്ടത്തിന് വസ്ത്രം ധരിക്കണം, ഇഷ്ടത്തിന് തുണി കുറയും തോറും പ്രശസ്തരാകാമെന്ന് ആരോ കണക്കാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ മനുഷ്യൻ പ്രശസ്തിയായി ഏതവസ്ഥയിലും. അല്ല, ഇത് പണ്ട് മുതലേ ഉള്ള അവസ്ഥയാണ്. ഈ ഇബ്നു ഖയ്യിം ജൗസി പറയുന്നത്, ഞങ്ങളിങ്ങനെ ഹജ്ജിന് പോയപ്പോൾ ഞങ്ങളെല്ലാം ആ സമകാലീന സമൂഹത്തിൽ ഹജ്ജിന് വേണ്ടി തടിച്ചുകൂടി ജനങ്ങൾ അവിടെയുണ്ട്. ആ ജനക്കൂട്ടങ്ങൾക്കിടയിൽ ഒരാൾ പെട്ടെന്ന് ആ തിരക്കിനിലൂടെ കടന്നു വന്നിട്ട് സംസമിലേക്ക് അടുത്ത് വന്ന്, സംസമിന്റെ അടുക്കലേക്ക് വന്നിട്ട് അയാൾ എന്ത് ചെയ്തു? വസ്ത്രം ഉയർത്തി വെച്ച് മൂത്രമൊഴിക്കാൻ തുടങ്ങി സംസമിലേക്ക്. സംസം കിണറ്റിലേക്ക് ഒരു മനുഷ്യൻ മൂത്രമൊഴിക്കാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർ നോക്കി വെക്കുമോ? അത്രയും വിശ്വാസികൾ ഹജ്ജിന്റെ സമയത്ത് അയാളെ വലിച്ചെടുത്തിട്ട് അലക്കി, നന്നായിട്ട് അയാൾക്ക് ഇടി കൊടുത്തു. അയാൾ കൈകാര്യം ചെയ്തിട്ട് പറഞ്ഞു, താൻ എന്ത് പണിയാണ് കാണിക്കുന്നതെന്ന്. ഇത്രയും വിശ്വാസികൾ ആശ്രയിക്കുന്ന ഇത്രയും പരിശുദ്ധമായ സംസമിലേക്ക് താങ്കൾ മൂത്രമൊഴിക്കുന്നു. അയാൾ ഇഞ്ചപ്പരവുമായ മനുഷ്യ എഴുന്നേറ്റുന്നെല്ലാം തട്ടി കളഞ്ഞിട്ട് പറഞ്ഞു, കുഴപ്പമില്ല, ഇടിയൊക്കെ കിട്ടിയില്ലെങ്കിൽ സങ്കടമില്ല, പക്ഷെ ചരിത്രത്തിൽ ഇനി എന്നെ കുറിച്ച് ആൾക്കാർ പറയുമല്ലോ സംസമി മൂത്രമൊഴിച്ചവനാണെന്ന്. സംസമി പെടുത്തവനാണെന്നെങ്കിലും പറഞ്ഞ് അങ്ങനെയെങ്കിലും 10 പേർ എന്നെ കുറിച്ച് പറയട്ടെ എന്നാഗ്രഹിച്ചൊരു മനുഷ്യൻ. ഇതാ മനുഷ്യന്റെ പ്രശസ്തി മോഹം. ഇതാ ഇന്നത്തെ അവസ്ഥ എന്നുള്ളത്. എത്ര നാറിയാലും കുഴപ്പമില്ല, പച്ച അശ്ലീലം പരസ്യമായിട്ട് വിളിച്ചു പറയുക, അത് വീഡിയോ എടുത്തിട്ടിടുക, എന്ത് തെറിയാവും പറയുന്നത്. അങ്ങനെയും പ്രശസ്തിയാകുകയാണ് ആൾക്കാർ. അതിന് തൊപ്പിയും കുപ്പിയും എന്നൊക്കെ പേരിട്ട് ആൾക്കാരിറങ്ങും. മനുഷ്യന് കേൾക്കാൻ അറപ്പുള്ള വാക്കുകൾ പരസ്യമായി പറയും. പക്ഷെ ഇത് കേട്ടിരിക്കാൻ ആൾക്കാർക്ക് വലിയ ഇഷ്ടമാണ്. ഇത് കേൾക്കുന്ന ഇത് ജനങ്ങളുടെ മനോഭാവത്തിനനുസരിച്ച് ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാരും ജനങ്ങൾ പൊതുജനങ്ങളുടെ മനോഭാവമാണ്. അത് കാണാൻ ആഗ്രഹം, അത് കേൾക്കാൻ ആഗ്രഹം. അശ്ലീലങ്ങൾ കാണിക്കുമ്പോൾ, പറയുമ്പോൾ, ഇതൊക്കെ കാണാനും കേൾക്കാനും ആളുണ്ടാവുമ്പോൾ അതനുസരിച്ച് അവർ കൂടുതൽ ചീപ്പായിക്കൊണ്ടിരിക്കുന്നത്. ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ ആൾക്കാർക്ക് താല്പര്യമാണ്. അതാ അവസ്ഥ എന്നുള്ളത്. ബഗ്ദാദിലെ ഒരു പണ്ഡിതൻ ചരിത്രം എഴുതി, ബഗ്ദാദിന്റെ ചരിത്രം. അങ്ങനെ ചരിത്രം എഴുതിക്കൊണ്ടിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരൊക്കെ കണ്ട അവിടുത്തെ ഒരു പ്രമാണി വന്നിട്ട് പറയാണ്, നിങ്ങൾ ഉസ്താദിന്റെ ചരിത്ര ഗ്രന്ഥമൊക്കെ എന്തായി, ഏതവസ്ഥയിലാണുള്ളത്, ഏകദേശം എഴുതി കഴിഞ്ഞോ, എവിടെയാണ് ഞാനുള്ളത് എന്ന്. ആ ചരിത്രത്തിൽ ഗ്രന്ഥത്തിൽ ബഗ്ദാദിലെ എന്നെക്കുറിച്ച് എവിടെയാ പരാമർശമുള്ളത്? ബഗ്ദാദിലെ ധീരന്മാർക്കിടയിലാണോ എൻ്റെ പേരുള്ളത്? അത് ബഗ്ദാദിലെ ദുർബല വിഭാഗത്തിനിടയിലാണോ എൻ്റെ പേരുള്ളത്? ചരിത്രത്തിന്റെ ഭാഗമായി എന്നെയും രേഖപ്പെടുത്തിയിട്ടുണ്ടാകണമല്ലോ എന്ന്. അവർ പറഞ്ഞ താങ്കളുടെ പേര് ഏത് അടിസ്ഥാനത്തിലാണ് ഉൾപ്പെടുത്തുക? ധീരന്മാരുടെ പട്ടികയിലോ ദുആഫാക്കളുടെ പട്ടികയിലോ അങ്ങനെയെങ്കിൽ താങ്കളെയൊക്കെ എങ്ങനെ ഉൾപ്പെടുത്തുക? താങ്കൾക്ക് ചരിത്രത്തിന്റെ ഭാഗമാക്കാൻ തൽക്കാലം ഉദ്ദേശമില്ലെന്ന് പറയുമ്പോൾ അത് പറഞ്ഞാൽ പറ്റൂല. ഇവിടുത്തെ ഏറ്റവും വലിയ കള്ളനെന്നെങ്കിലും പറഞ്ഞ് എൻ്റെ പേരൊന്ന് ഉൾപ്പെടുത്തണമെന്ന്. ബഗ്ദാദിൽ ഏറ്റവും വലിയ കള്ളൻ ഞാനായിരുന്നു എന്ന് അങ്ങനെയെങ്കിലും പറഞ്ഞിട്ട് എൻ്റെ പേര് നിങ്ങളൊന്ന് ഉൾപ്പെടുത്ത്, ചരിത്രത്തിന്റെ 10 പേര് അറിയട്ടെ എന്ന്. അങ്ങനെയെങ്കിലും എന്നറിയിട്ടാണെങ്കിലും 10 പേര് 4 ആൾ അറിഞ്ഞാൽ അത് അന്തസ്സാണ് എന്ന് നടിക്കുന്ന ഒരവസ്ഥയിലേക്ക് ജനങ്ങൾ തരം താഴെയാണ്. അത് വലിയ നിലയിൽ ബാധിച്ചു. മുസ്ലിം പെൺകുട്ടികളൊക്കെ വല്ലാത്തൊരു അവസ്ഥയിലപ്പോൾ ഉള്ളത്. കതിരിക്കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ലെന്ന് പറയും പോലെ പലപ്പോഴും രക്ഷകർത്താക്കൾ അഴിച്ചു വിട്ട് കൊടുത്തിട്ട് എൻ്റെ മോളെന്താ ചെയ്യുന്നെന്ന്, മോക്ക് ചാനലുണ്ടെന്ന്. അതിപ്പോൾ ഏതെങ്കിലും വാർത്താ ചാനലിൽ വാർത്ത വായിക്കിരിക്കണം അങ്ങനെയല്ലാണോ? അല്ലല്ലോ, അവർക്ക് ഇൻസ്റ്റയിൽ ചാനലുണ്ട്, അതുകൊണ്ട് ഭയങ്കര ഉദ്യോഗമോ, അത് വലിയ ഉദ്യോഗമോ. എന്താ ചാനൽ എന്താ പരിപാടി, കുക്കറി ഷോ അല്ലാണോ? ഇല്ല, അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും, ഒന്ന് ചാടും ഒന്ന് കുലുങ്ങും ഒന്ന് കുനിയും ഒന്ന് മുറ്റം തൂക്കും, ഇതെല്ലാം വീഡിയോ ഇട്ടിട്ട് ഭയങ്കര റീച്ചാണ്. മുസ്ലിം പെൺകുട്ടികളുടെ അവസ്ഥയായത് ഭയങ്കര റീച്ച്. ഇങ്ങനെ പ്രശ്നം, ഇത് എന്താണ് അവസ്ഥ എന്നുള്ളത്. ഇത് ഉമ്മ സന്തോഷത്തോടെ പറയാണ്, ഉപ്പ സന്തോഷത്തോടെ പറയാണ്. എത്ര ആൾക്കാരുള്ളതെന്ന്, എത്ര ആൾക്കാർ അവളൊരു വീഡിയോ എത്ര എം കണ്ടു, എത്ര ബി കണ്ടു, എത്ര കെ കണ്ടു, എത്ര അങ്ങനെ ഇതിൽ അഭിമാനം കൊള്ളുന്ന സമൂഹം.
നാറുന്നതും മണക്കുന്നതും അറിയാത്തൊരവസ്ഥയിലേക്ക് ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി എത്ര തയ്യാറാകുന്നൊരവസ്ഥ. ഇത് മുസ്ലിങ്ങൾ മനസ്സിലാക്കണം. കതിരിക്കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല. ഒരു മനുഷ്യന്റെ മരണത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചത്, ഒരു മനുഷ്യന്റെ മരണത്തിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് ഈ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി കാണിക്കുന്ന പരിപാടിയാണ്. അല്ലെന്ന് പറയാൻ കഴിയും നമുക്ക്. അതിൻ്റെ വസ്തുതകളിലേക്ക് അതിന് പൂർണ്ണമായി എന്താണ് സത്യം എന്ന് പൂർണ്ണമായി പഠിച്ചെടുക്കലൊക്കെ പ്രയാസമുള്ള കാര്യമാണ്. നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ള വാർത്തയുടെ അടിസ്ഥാനത്തിൽ പറയാണ്. ഇതിന് പിന്നാമ്പുറമുണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല. പക്ഷെ എന്നാലും ആ ഒരു വിഷയത്തിൽ മാത്രമല്ലല്ലോ, പൊതുവിൽ എല്ലാവരെയും ബാധിച്ചിരിക്കുകയാണ്. എൻ്റെ ഉപ്പ മരിച്ചു കിടക്കണമെന്ന് സെൽഫി, എൻ്റെ ഉപ്പ മരിച്ചു കിടക്കുന്നു. അങ്ങനെ ഉപ്പ മരിച്ചു കിടക്കുന്ന ഉമ്മ അല്ലെങ്കിൽ മകൾ എന്ന നിലയിൽ എന്ത് ചെയ്യണം, 10 പേര് വന്നിട്ട് ഒരു ദുആ എഴുതിയിടണം, ഒരു അമീൻ പറയണം, അവർക്കൊരു കമന്റ് ഇടണം. ഇതിന് വേണ്ടിയിട്ട് മരിച്ചു കിടക്കുന്ന ഉപ്പയുടെ ജഡം പോലും വൈറലാകാൻ വേണ്ടിയും പ്രശസ്തിക്ക് വേണ്ടിയും ഉപയോഗിക്കുന്ന തരം താഴ്ന്ന ഒരു അവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തിയിട്ടുണ്ട്. നമ്മൾ എന്താ അവസ്ഥ എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമുക്കിത് ചിന്തിക്കേണ്ടേ. ഏറ്റവും കൂടുതൽ വലിയ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുമ്പോഴും ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ ഒട്ടും കഥയില്ലാത്ത മനുഷ്യർ, ഒരു കഴമ്പില്ലാത്ത മനുഷ്യർ, ഇത്രയും മെച്ചൂർഡല്ലാത്ത മനുഷ്യ സമൂഹത്തെ ലോകത്ത് കടന്നുപോയിട്ടുണ്ടാവില്ല. അത്ര മോശമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്, അത്ര മ്ലേച്ഛമായിട്ടാണ് നമ്മൾ സംസ്കാരം പോയിക്കൊണ്ടിരിക്കുന്നത്. കഥയുള്ള കഴമ്പുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്ക് പോലും വരാറില്ലല്ലോ, അത് കാണാൻ പോലും നമുക്ക് സമയമില്ലല്ലോ. കഴമ്പുള്ള ചർച്ചകളില്ല, ജീവിതങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല, മനുഷ്യന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇവിടെ ആർക്കാ താല്പര്യമുള്ള? ആർക്കും താല്പര്യമില്ല. ജനങ്ങൾക്ക് കേൾക്കാനും താല്പര്യമില്ല. ജനങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം ഇക്കിളിപ്പെടുത്തുന്ന പൈങ്കിളി കഥകളും ആത്മനഗ്ന വീഡിയോകളുമാണ്. അതുകൊണ്ട് നീ എല്ലാം കുലുക്കി കൊണ്ട് പെണ്ണുങ്ങൾ വീഡിയോ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും. അന്തിച്ചർച്ചകളോ ചാനൽ ചർച്ചകൾ ഏതാ ഉള്ള? ഇവിടെ മനുഷ്യന്റെ പ്രശ്നം ചർച്ച ചെയ്തു, ജീവിത പ്രശ്നങ്ങൾ രണ്ടറ്റം കൂട്ടിമുട്ടുകയും ജനങ്ങൾ പ്രയാസപ്പെടുന്ന ചർച്ചകൾ നടക്കാറുണ്ടോ? ന്യായമായ ഒരു ചർച്ചയും കൂടെ നടക്കാൻ, നീതി നിഷേധിക്കപ്പെടുന്ന സമൂഹത്തിന്റെ വിഷയത്തിൽ ചർച്ചകൾ നടക്കാറുണ്ടോ? ഇവിടെ ജനാധിപത്യം അട്ടിപ്പറിക്കപ്പെടുമ്പോൾ അതിന്റെ വിഷയത്തിൽ ചർച്ചകൾ നടക്കാറുണ്ടോ? ന്യൂനപക്ഷം വേട്ടയാടപ്പെടുമ്പോൾ ചർച്ച ചെയ്യപ്പെടാറുണ്ടോ? ഇല്ല. ആരുടെയെങ്കിലും അഭിഹിതങ്ങളും ഗർഭങ്ങളും അബോഷന്റെയും കഥയുണ്ടെങ്കിൽ അത് വെച്ച് ഓടിക്കാന്ന് എത്ര ആഴ്ച വേണമെങ്കിലും കണ്ടിരിക്കാൻ ആൾക്കാരുണ്ടെന്ന്. കണ്ടിരിക്കാൻ ആൾക്കാർക്ക് ഇത് കാണാൻ ഇഷ്ടം, ആൾക്കാർക്ക് ഇത് ഇഷ്ടമാണ്. അപ്പൊ അത് ആ നിലയിലും അതുകൊണ്ട് ആൾക്കാർ പബ്ലിസിറ്റിയും പ്രശസ്തിയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ പലപ്പോഴും ചില സമയങ്ങളിൽ അവർ പ്രൈം ടൈം ഉണ്ടാകും, അവരൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യും, പിടിച്ചു നിൽക്കുന്ന പ്രശസ്തരായ സിനിമാ രംഗത്തും സീരിയൽ രംഗത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ രംഗത്തോ ഒക്കെ സെലിബ്രിറ്റികളായിട്ട് ആഘോഷിക്കപ്പെടുന്ന ചില വ്യക്തികളുണ്ട്. ജനങ്ങൾ വലിയ പ്രശസ്തിയായിരിക്കും. പുതിയ തലമുറ വരുമ്പോൾ ചിലരൊക്കെ നീ അരികുവൽക്കരിക്കപ്പെടും. അങ്ങനെ അരികുവൽക്കരിക്കപ്പെട്ട തൈക്കളവിയും കളവന്മാരും ഒക്കെ പിന്നെയും ഒന്നുകൂടി ആൾക്കാരെന്നെ ശ്രദ്ധിക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് പഴയ കഥകൾ പറയും. എനിക്ക് പീഡനം ഉണ്ടായിട്ടുണ്ട്, എന്നെ ഇങ്ങനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്, ഈ കഥകൾ പറയാൻ പറയും. എന്തിനാ കാര്യം? എന്ന പരാതി ഉണ്ടായിട്ടാണോ അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ടത് കൊണ്ടാണോ? ആ പീഡനം കൊണ്ട് പണിഷ്മെന്റ് ചെയ്യപ്പെടാൻ വേണ്ടി അല്ല. അങ്ങനെയെങ്കിലും 10 പേരെന്നെ നോക്കട്ടെ എന്ന്. അങ്ങനെയെങ്കിലും ഈ ഒരു അവസ്ഥയിലേക്ക് ജനങ്ങൾ മാറിയിട്ടുണ്ട്. അതിനോടൊപ്പം നമ്മൾ ഒപ്പിച്ച് നമ്മുടെ താത്താമാരൊക്കെ എങ്ങനെ ഇറങ്ങിക്കാണ്. ഒരു കല്യാണ വേദിയായാൽ പ്രത്യേക ഡ്രസ് കോഡ് ഇട്ടിട്ട് ഒരു ആട്ടവും പാട്ടും ഇന്ന് ആണിനും പെണ്ണിനും അത്യാവശ്യമുള്ള കാര്യമാണ്. അതെല്ലാം പിടിച്ചെടുത്ത് വീഡിയോ ആക്കിയിട്ട് ഇൻസ്റ്റയിലോ സോഷ്യൽ മീഡിയയിലോ ഇട്ടിട്ട് അതിന് റീച്ച് എത്രത്തോളം ഉണ്ട്, എത്ര പേര് കാണുന്നു, എത്ര കമന്റ് വരുന്നു, ആ കമന്റിലും അത് കണക്ക് റീച്ചിലും ഒക്കെ ഇവർ ആഘോഷിക്കുകയാണ്, സന്തോഷിക്കുകയാണ് ഈ സമൂഹം. ഈ പബ്ലിസിറ്റി നമ്മൾ എവിടെ നമുക്ക് കിട്ടിയതെന്നുള്ളത് ഒരു മേഖലയിലും ആഗ്രഹിക്കാൻ പാടില്ല. നമ്മൾ ഈ വളരെ മോശപ്പെട്ട ചിന്താഗതിയുള്ള ഒരു സമൂഹത്തിന് ഇത്ര തരംതാഴാൻ കഴിയത്തുള്ളൂ. കഥയില്ലാത്ത മനുഷ്യർ ഒരു വിഷയത്തിനും വൈകാരികമായി ചിന്തിക്കാതെ വിവേകപൂർവ്വം ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരെവിടെ കാണാൻ കഴിയും? എന്തും ആരെങ്കിലുമൊക്കെ അറിയണം, എല്ലാവരും ഒന്ന് അറിയിക്കണം എന്ന നിലയിൽ പ്രവർത്തിക്കുന്നവരല്ല വേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്. അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ജനങ്ങളുണ്ടല്ലോ, അൽ അത്ഖിയാഉൽ അഖ്ഫിയാ എന്ന്. അള്ളാഹുവിനോട് തഖ്വയുള്ളവരാണവർ. അൽ അഖ്ഫിയാ, വളരെ രഹസ്യമായി ജീവിക്കുന്നവരാണവർ എന്ന് പറഞ്ഞാൽ അവരെ അടിച്ചു പൊളിച്ച് ജനങ്ങളുടെ ഇടയിൽ എല്ലാ പ്രവൃത്തിയും ജനങ്ങളെ കാണിച്ച് പ്രവർത്തിക്കുന്നവരല്ലവർ. അവർ അള്ളാഹു കാണുന്നുണ്ടെന്നേ നോക്കുള്ളൂ, പടച്ചവന് കാണിക്കൽ മാത്രമേ ഉദ്ദേശമുള്ളൂ. അവരൊരു സദസ്സിലുണ്ടെങ്കിൽ, അവരൊരു സദസ്സിൽ വന്നാൽ അവരുള്ളതാരും അറിയില്ല, ഒരു സദസ്സിൽ അവരില്ലെങ്കിലും അവരില്ലാത്തതുമാരും അറിയില്ല. അങ്ങനെ കുറെ മനുഷ്യരുണ്ട് എന്ന്. മസാബിഹുൽ ഹുദ, സന്മാർഗത്തിന്റെ വിളക്കുമാടങ്ങൾ അവർ. സന്മാർഗത്തിന്റെ വിളക്കുമാടങ്ങളാണ് അവർ. അവരൊരു സദസ്സിൽ ഇല്ലെങ്കിൽ അവരെവിടെ പോയെന്ന് ആരും അന്വേഷിക്കില്ല. അവരുണ്ടെങ്കിലും ആരും ശ്രദ്ധിക്കില്ല, ഇല്ലെങ്കിലും ആരും ശ്രദ്ധിക്കില്ല. അങ്ങനെ കുറെ മനുഷ്യരുണ്ട്. അവരാണ് സന്മാർഗത്തിന്റെ വിളക്കുമാടങ്ങൾ, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന്. ഈ കൊട്ടിഘോഷിച്ച് ജനങ്ങളുടെ ഇടയിൽ പ്രസിദ്ധരായി മാറുക എന്നതല്ല നമ്മുടെ ഉന്നം. ഏതെങ്കിലും വിധത്തിലൊരു പബ്ലിസിറ്റി കിട്ടിക്കോട്ടെ എന്ന നിലയിൽ പെരുമാറേണ്ടവരല്ല നമ്മൾ ഒരു മേഖലയിലും. അത് നാറിയിട്ടാണെങ്കിലും കുഴപ്പമില്ല, നമ്മളിന്ന് മൊത്തത്തിൽ ക്ഷീണിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല. ഏതെങ്കിലും ഇരവാദം ഉന്നയിച്ചിട്ടാണെങ്കിലും ശരി, നമുക്ക് 10 പേര് അറിയണം, 4 ആൾ അറിയണം എന്നുള്ള ആ മനോഭാവം വേണ്ട നമുക്ക്. ഇത്
പൊതുവെ പറയണത് എല്ലാ വിഷയത്തിലുമുണ്ട്. ഇതൊക്കെ മാറണം. നമുക്ക് ഈ സോഷ്യൽ മീഡിയ ജീവിതമൊക്കെ ഒരു പരിധി വരെ അത് ഒഴിവാക്കുക എന്നാണ് ഏറ്റവും ഹൈറ്. അതിനകത്ത് കയറി വിരവയി, അതിനകത്ത് കിടന്ന് പിടഞ്ഞ്, അതിനകത്ത് ജനിച്ച് അതിനകത്ത് മരിക്കുന്നൊരവസ്ഥ വളരെ മോശമാണ്. പച്ചയായ ജീവിതങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പച്ചയായ ജീവിതങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ. ഒരുപാട് കമ്മിറ്റ്മെന്റുകളുള്ള മനുഷ്യർ, നമ്മൾ ഒരുപാട് കടമകളും കടപ്പാടുകളും നമ്മുടെ ചുറ്റുമുണ്ട്. നൂറുകണക്കിന് മനുഷ്യരുടെ മുഖങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു പോകുന്നുണ്ട്. അതെങ്കിലും കാണാൻ സമയമില്ല. നമ്മുടെ മുമ്പിലുള്ള മനുഷ്യരെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അങ്ങ് എവിടെയോ വിദൂരത്തിരിക്കുന്നവരുടെ വീഡിയോ കാണാൻ നമുക്ക് സമയം. അതൊക്കെ മാറണ്ടേ? അതൊക്കെ മാറിയിട്ട് പച്ചയായ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ട് നിൽക്കാൻ കഴിയണം നമുക്ക്. അതുകൊണ്ട് പബ്ലിസിറ്റി മോഹങ്ങളുമായി ഇറങ്ങുന്നവരെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഒരു തരത്തിൽ ഇത്തരം ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നവരും അതിനുവേണ്ടി വൈറലാവാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരും അത്തരം ആൾക്കാർക്ക് പ്രൊമോഷൻ കൊടുക്കുന്ന പിന്തുണയ്ക്കുന്ന സാഹചര്യം ഒന്നും ഉണ്ടാകില്ലേ. പിന്നെ നമ്മുടെ മക്കളെപ്പോലും അതിനു വേണ്ടി ഉപയോഗിക്കരുത്. എല്ലാ ആൾക്കാരുടെ വിഷയമാണ്. ചെറിയ പ്രായം മുതലേ പെൺകുട്ടികൾ നമ്മൾ കതിരിക്കൊണ്ട് വളച്ചിട്ട് കാര്യമെന്ന് പറയുന്നത്, ചെറിയ പ്രായം മുതലേ പെൺകുട്ടികളെ ഇങ്ങനെ വിടും. അതൊക്കെ പ്രോത്സാഹിപ്പിക്കും. ഇതൊക്കെ നല്ലതാണോ അവർ പറയും. അങ്ങുങ്ങെത്താത്ത വസ്ത്രമായിട്ട് കൊച്ചുമക്കളെ കൊണ്ട് ആട്ടവും പാട്ടിലും എല്ലാത്തിലും പങ്കെടുപ്പിച്ച് അടിയും പാടിയും ഒക്കെ വന്ന് അതൊക്കെ വീഡിയോ എടുത്ത് ഇട്ടിട്ട് അവസാനം ഇതൊക്കെ കയ്യിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ എന്നിട്ട് ഉപദേശിച്ചിട്ട് കാര്യമില്ല. അവർ നിൽക്കില്ല, നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അവര് ഈ സൊസൈറ്റിക്ക് വലിയ പങ്കുണ്ട്. ഈ മരണങ്ങൾക്ക് ഈ പറഞ്ഞ കണക്ക് എല്ലാം പെണ്ണുങ്ങളുടെ സൈഡിലേക്ക്, പെൺപക്ഷത്ത് നിന്ന് കാര്യങ്ങൾ നീങ്ങുക. എല്ലാ കാര്യങ്ങളും വമ്പ്രുക്കുമില്ല നിസ്സായിക്കുമെന്ന് സ്ത്രീ പക്ഷത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന സാഹചര്യം. ഏത് വിഷയം വന്നാലും, ഏത് വിഷയത്തിലും എവിടെ സംസാരിക്കേണ്ടത്? മനുഷ്യപക്ഷത്ത് നിന്ന് സംസാരിക്കണം. ഏത് കാര്യത്തിലും മനുഷ്യപക്ഷമാണ് നീതിയുടെ പക്ഷം. അങ്ങനെയാണ്. ആണും പെണ്ണുമല്ല. ഇവിടെ ന്യായവും നീതിയുമാണ് നോക്കേണ്ടത് ഏത് വിഷയത്തിലും. പക്ഷെ ഇത് മാറി. ഇന്ന് ന്യായവും നീതിയൊന്നുമില്ല. സ്ത്രീ പക്ഷത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ നീക്കം ചെയ്യുക, അവരുടെ പക്ഷത്തിലൂടെ കാര്യങ്ങൾ നീക്കുപോക്ക് വരുത്തുക. അങ്ങനെ ജീവിക്കുന്നതിനേക്കാളും ഖൈറുലക്കുമെന്ന്, പിന്നെ മരിക്കുന്നതല്ലേ നല്ലത്. ആണുങ്ങളായി ഇവിടെ ജീവിച്ചിരുന്ന കാര്യം, അതിനേക്കാൾ മരണമാണ് നല്ലതെന്ന് പറയും പോലെ എല്ലാ സ്ത്രീപക്ഷത്തേക്ക് ചേർത്തിട്ട് അവരുടെ വേണ്ടി നീതി, അവർക്ക് ന്യായം, ആ നിലയിൽ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയ വിഭാഗം ആൾക്കാർ ജെൻഡറിന്റെ പേരിൽ പുരുഷന്മാർക്കെതിരെ കിടക്കുന്ന അനീതിയില്ല. ഇത് ന്യായമില്ല, നീതിയില്ല, അവർക്ക് അവകാശങ്ങളില്ല. ആ ഒരവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഇത്തരത്തിൽ ഈ ഒരു രീതിയിൽ പബ്ലിസിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുക, നമ്മുടെ മക്കളെ ആ വഴിക്ക് വിട്ടുകൊടുക്കുക, ഇതൊക്കെ അപകടമാണ്, അബദ്ധമാണ്, പാടില്ല. ഇത് പൊതുവെ പറയാണ്. പിന്നെ നമ്മുടെ അമലുകളുടെ വിഷയത്തിലാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. നമ്മൾ ചെയ്യുന്ന ഏതൊരു അമലാണെങ്കിലും, ഇപ്പോൾ ഖുർആൻ ഓതലാകട്ടെ, ഏത് അമലാകട്ടെ, ദിക്റാകട്ടെ, പള്ളിയിലിരിക്കുന്ന ഒരു നിമിഷമാവട്ടെ, ജുമാ ആകട്ടെ, ജമാഅത്താകട്ടെ, നമസ്കാരമാകട്ടെ, എന്തും ഒരു ദാനധർമ്മമാകട്ടെ, ഒരാളെ സഹായിക്കുന്നതാകട്ടെ, അതൊന്നും നമുക്കൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യാനേ പാടില്ല. ജനങ്ങൾ അറിയിക്കണം എന്നതൊരു ഉന്നമയാകാൻ പാടില്ല. അൽ മന്നാൻ ബിമാ അഅത എന്ന് ഈ അല്ലാഹുവിന് അപ്രിയരായ ചില ആൾക്കാർ റസൂൽ എണ്ണി പറഞ്ഞു. അതിൽ വസ്ത്രം വലിച്ചഴിക്കുന്ന അഹങ്കാരികളുണ്ട്. അൽ ബന്നാൻ ബിമാ അഅത എന്ന് കൊടുത്തത് 4 ആൾ അറിയിക്കുന്ന ആൾക്കാർ. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തിട്ട് 4 ആളെ അറിയിച്ചുകൊണ്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവൻ അല്ലാഹുവിന് ഇഷ്ടമല്ല എന്ന് അപ്രിയരായ ആൾക്കാരാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും ഒരു മനുഷ്യൻ ഈമാനോ തഖ്വയോ ഉള്ളവൻ ഒരു കാരണവശാലും, ഈമാനും തഖ്വയുമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് പ്രശസ്തി മോഹിക്കാൻ കഴിയില്ല എന്ന് ഇബ്രാഹിം ബിൻ അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. ഇബ്രാഹിം ബിൻ അദ്ഹമിന്റെ വാക്കാണ്. അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്ന, ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് സത്യസന്ധത പുലർത്തുന്നുണ്ട് എങ്കിൽ, പടച്ചവനോട് തഖ്വ പുലർത്തുന്നുണ്ട് എങ്കിൽ, അയാൾ ഒരു കാരണവശാലും അയാൾ പ്രസിദ്ധി ആഗ്രഹിക്കില്ല. പ്രസിദ്ധി ആഗ്രഹിക്കുന്നു, ജനങ്ങൾ അറിയണമെന്ന് ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവന് തഖ്വ ഇല്ല എന്ന് തന്നെ പറയാം. അള്ളാഹുവിൻ്റെ വിഷയത്തിൽ അവൻ സത്യസന്ധത പുലർത്തിയിട്ടില്ല എന്നതാണ് എൻ്റെ വാദമെന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് അങ്ങനെയാണ്. അതുകൊണ്ട് ഗൗരവത്തോടെ മനസ്സിലായി, നമ്മുടെ പ്രവൃത്തികൾക്കൊന്നും ലക്ഷ്യം ഒരു കാരണം ജനങ്ങളാകരുത്. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി വേണ്ട നല്ല നിയ്യത്ത്, കർമ്മങ്ങളുടെ മർമ്മഭാഗം എന്നുള്ളത് നമ്മുടെ ആത്മാർത്ഥതയും നമ്മുടെ നിയ്യത്തുമാണ്. നമ്മുടെ നിയ്യത്താണ് ഏത് കർമ്മങ്ങളുടെയും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഒരു സഹാബിയുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ച നടന്നു. മുഹാജിർ ഉമ്മു ഖൈസ് എന്ന മനുഷ്യനെ വിളിക്കാൻ തുടങ്ങി, അബൂ സലമ റളിയല്ലാഹു അൻഹുവിനെ. ഉമ്മു ഖൈസ് എന്ന സ്ത്രീയെ, മക്കയിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഉമ്മു ഖൈസ് എന്ന സ്ത്രീയോട് അദ്ദേഹം വിവാഹ അഭ്യർത്ഥന നടത്തി. ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞു, ഞാനിപ്പോൾ ഹിജ്റയ്ക്ക് വേണ്ടി റെഡിയായി നിൽക്കുകയാണ്, ഞാൻ മദീനത്തേക്ക് റസൂലിനൊപ്പം പോവുകയാണ്, അതുകൊണ്ട് നിങ്ങൾ അങ്ങ് മദീനയിൽ വരികയാണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് നമുക്ക് കാര്യങ്ങൾ ആലോചിക്കാം എന്ന് പറഞ്ഞു. ക്രമേണ ഈ മനുഷ്യൻ പിന്നീട് എന്ത് ചെയ്യുന്നു, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നുണ്ട്. ആ ഹിജ്റ കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്കിടയിൽ സംസാരമുണ്ടായി, ആ മുഹാജിർ ഉമ്മു ഖൈസിനെ കെട്ടാൻ വേണ്ടി ഹിജ്റ ചെയ്ത് വന്ന ആൾക്കാരും നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന്. അങ്ങനെ ഒരു സംസാരം ജനങ്ങൾക്കിടയിൽ പരക്കെ ഉണ്ടായി. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയത് പാടില്ല. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി വമൻ കാന ഹിജ്റതുഹു ലിദുനിയാ യുസിബുഹാ ഔ ഇംറഅത്തിൻ യുൻകിഹുഹാ എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഓരോ എല്ലാ കർമ്മങ്ങളുടെയും മർമ്മഭാഗം എന്നുള്ളത് നിയ്യത്താണ്. അയാൾ എന്തിനു വേണ്ടി പുറപ്പെട്ടു എന്നറിയത് അള്ളാഹു മാത്രമാണ്. അത് നമസ്കാരമാണെങ്കിലും അങ്ങനെ, ഹിജ്റയാണെങ്കിലും അങ്ങനെ, ദീനിന്റെ മാർഗത്തിലെ ജിഹാദ് ആണെങ്കിലും അങ്ങനെ, ഹജ്ജോ ഉംറയോ എന്തുമായിക്കൊള്ളട്ടെ, ഒരു മനുഷ്യൻ ചെയ്യുന്ന സൽപ്രവർത്തികളെല്ലാം സ്വീകരിക്കപ്പെടുന്നത് അവന്റെ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു മനുഷ്യന്റെ ഹിജ്റയുടെ ഉദ്ദേശം എന്നുള്ളത് അള്ളാഹുവും റസൂലുമാണെങ്കിൽ അള്ളാഹുവും റസൂലും അവന് ലഭിക്കും. ഇനി ഒരു മനുഷ്യന്റെ ലക്ഷ്യം ദുനിയാവാണെങ്കിൽ ആ ദുനിയാവ് ഒരു പക്ഷേ കിട്ടിയേക്കാം, കിട്ടുമെന്ന് ഉറപ്പിച്ചറിയാൽ കിട്ടിയേക്കാം. ഇനി ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് ഒരു മനുഷ്യൻ ഹിജ്റ ചെയ്ത് വന്നിട്ടുള്ളത് എങ്കിൽ ആ വിവാഹവും നടന്നേക്കാം, അത് ഉറപ്പുള്ള നടന്നേക്കാം. പക്ഷെ മറ്റേതങ്ങനെയല്ല. അള്ളാഹു റസൂലുമാഷാണ് ലക്ഷ്യമെങ്കിൽ ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലി, അതിൽ തടസ്സമില്ല. അള്ളാഹു റസൂലും അവന് കിട്ടും. ഇനി ദുനിയാവിന് വേണ്ടിയാണ് ദുനിയാവ് കിട്ടിയേക്കാം, അല്ലെങ്കിൽ പെണ്ണിന് വേണ്ടിയാണെങ്കിൽ പെണ്ണിന് വിവാഹം കഴിക്കാൻ സാധിച്ചേക്കാം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് കർമ്മങ്ങളുടെ മർമ്മഭാഗം നിയ്യത്താണ്. അത് അള്ളാഹുവിനും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളാരും ആ മനുഷ്യനെ അങ്ങനെ വിളിക്കരുത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് പടച്ചോ നോക്കുക, റബ്ബ് നോക്കുന്നതാണ്. അതുകൊണ്ട് മനസ്സ് എപ്പോഴും ശുദ്ധമായിരിക്കണം. ഈ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി, ജനങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട്, ജനങ്ങളുടെ കൈയടിക്ക് വേണ്ടിയിട്ടോ ഒരു പൈസയുടെ ദാനം പോലും നമ്മൾ ചെയ്യാൻ നിൽക്കില്ലേ. റിയാ ബാധിക്കുമെന്ന് കണ്ടാൽ ആ പ്രവൃത്തിയിൽ നിന്ന് മാറുന്നതാണ് നല്ലത്. നമ്മൾ പൈസ കൊടുക്കുകയാണ്, ഒരാളെ സഹായിക്കണം, ഈ കൊടുക്കുന്നതിൽ നമ്മുടെ ഉള്ളിൽ വരുന്നൊരു മനോഭാവം ഇത് രണ്ടുപേരും കാണട്ടെ എന്നാണെങ്കിൽ ആ പ്രവൃത്തി ബേക്ക് പിടിക്കുക. നിങ്ങൾ ചെയ്യാതിരിക്കില്ല നല്ലത്, അത് ചെയ്യാതെ അങ്ങനെ കൊടുക്കാതിരിക്കില്ല നല്ലത്. നമ്മൾ പൈസ കൊടുത്ത് പട്ടിയമാക്കുന്ന ഒരു അവസ്ഥയാണിത്. നമ്മൾ ദാനം ചെയ്തിട്ട് നരകം മേടിക്കുക, നമ്മൾ മുശ്രിക്കാവേ. നമ്മൾ അതിൻ്റെ ആവശ്യം നമുക്കുണ്ടോ? ചെയ്യുമ്പോൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യുക. ഏത് പ്രവൃത്തിയാണെങ്കിലും റബ്ബിന് വേണ്ടി ചെയ്യുക. അള്ളാഹു ചിന്തിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധമായ ശഅബാൻ മാസം നമ്മളിലേക്ക് എത്തിയിരിക്കുകയാണ്. ശഅബാൻ എന്ന മാസത്തിന് പ്രത്യേകിച്ച് വിശുദ്ധി കൽപ്പിക്കപ്പെട്ട് നൽകപ്പെട്ടിട്ടില്ല. നമുക്ക് റജബ് മാസം എന്നുള്ളത് അള്ളാഹു പവിത്രമാക്കിയ 4 മാസങ്ങളിൽ ഒരു മാസമാണ് റജബ് മാസം. റമദാൻ എന്നുള്ളത് നമുക്കറിയാം, വിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ അടക്കം ഉൾക്കൊള്ളുന്ന വ്രതാനുഷ്ഠാനമെന്ന മനോഹരമായ അമല് കൊണ്ട് അലങ്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു മാസമാണ്. അപ്പോൾ റജബ്, റമദാൻ ഈ 2 മാസങ്ങൾക്ക് നടുവിൽ വരുന്നൊരു മാസമാണ് ശഅബാൻ മാസം എന്നുള്ളത്. റജബ് മാസം നമ്മളെ സംബന്ധിച്ചുള്ള നമ്മൾ വന്നതും പോയതും അറിഞ്ഞിട്ടില്ല. പക്ഷെ അറബികൾ പുരാതന കാലം മുതൽക്കേ അറബികളെ സംബന്ധിച്ചുള്ള റജബ് മാസം എന്നുള്ളത് ഒരു സവിശേഷമാക്കപ്പെട്ട മാസമാണ്, പവിത്രമായ മാസമാണ്. ആ മാസം അവർ വളരെ ആദരവോടെ, ബഹുമാനത്തോടെ അല്ലാതെ ആ മാസത്തിൽ കൈകാര്യം ചെയ്യാറില്ല. ആ മാസങ്ങളിൽ പുരാതനമായ അറബികൾ പോലും യുദ്ധത്തിൽ ഏർപ്പെടാൻ മടിച്ചിരുന്നു. അവർ സംഘടനകൾക്ക് നിൽക്കുമായിരുന്നില്ല. അശ്ലീലമായി പരസ്യമായി അസഭ്യം പറയുന്ന സ്വഭാവങ്ങൾക്ക് നിൽക്കില്ലായിരുന്നു. തർക്കങ്ങളും തമ്മിലടിക്കും അവർ ആ മാസത്തെ ഉപയോഗിക്കുമായിരുന്നില്ല. അത്രയേറെ പവിത്രതയോട് റസൂൽ പറയാൻ റജബ് മുളർ എന്ന് പറയും. പഴയ മുളർ ഗോത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ആദരവോടെ കണ്ടൊരു മാസമാണ് റജബ് മാസം എന്നുള്ളത്. പക്ഷെ നമ്മൾ അള്ളാഹ് ആദരിച്ച മാസമാണ് റജബ്. അള്ളാഹു ആദരിക്കുന്ന പ്രധാനപ്പെട്ട 4 മാസങ്ങളൊരു മാസമാണ് റജബ് എന്ന മാസം. പവിത്രമായ മാസമാണ്. ആ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന നന്മകൾക്ക് കൂടുതൽ പ്രതിഫലവും തിന്മകളെ കൂടുതൽ ശക്തമായ നിലയിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന സാധ്യതയുള്ള മാസം കൂടിയാണ് റജബ് മാസം. പക്ഷെ നമ്മൾ വന്നതും പോയതും അറിഞ്ഞില്ല. സ്വാഭാവികമായിട്ട് അറബികൾ അങ്ങനെയല്ല, ആ മാസം വന്നതറിയും, അവർ പ്രവൃത്തികളിൽ മാറ്റം ഉണ്ടാവും, അങ്ങനെയാണ് അവർ കണക്കാക്കുന്നത്. അതുകൊണ്ട് റജബ് വളരെ പരിഗണിക്കപ്പെടുന്നൊരു മാസമാണ്. റമദാൻ സ്വതവേ എല്ലാ വിശ്വാസികളും പരിഗണിക്കുന്നൊരു മാസമാണ്. ഈ 2 പരിഗണിക്കപ്പെടുന്ന മാസത്തിനിടയിൽ വരുന്ന ശഅബാൻ മാസം പാടെ ആൾക്കാർ അവഗണിച്ച് കളയുന്നൊരു രീതിയാണ് കണ്ടുവരിക. അതങ്ങനെ പരിഗണിക്കാറേയില്ല. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അക്ഷീണം പരിശ്രമിച്ച മാസം എന്നുള്ളത് ശഅബാൻ ആയിരുന്നു. അമലുകൾ സമ്പാദിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ വ്രതമനുഷ്ഠിച്ച മാസവും റമദാൻ കഴിഞ്ഞാൽ ശഅബാൻ മാസമാണ്. നബിയോട് ചോദിച്ചു, നബി എന്താണ് ഈ ശഅബാൻ മാസം ആകുമ്പോൾ അങ്ങ് വളരെ തീവ്രമായി പ്രവർത്തിക്കുന്നുണ്ടല്ലോ എന്ന്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാരണം എന്നുള്ളത് ഇത് റജബിനും റമദാനും ഇടയിലുള്ളൊരു മാസമാണ്. പ്രധാനപ്പെട്ട 2 മാസങ്ങൾക്കിടയിൽ വരുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾ അത്ര എങ്ങും പരിഗണിക്കാതെ അശ്രദ്ധമായി പോകുന്ന മാസമാണ്. അതുകൊണ്ടാണ് ഞാൻ ഒന്നാമതായി ഈ മാസത്തെ പരിഗണിക്കുന്നത് എന്ന്. അതുകൊണ്ടാണ് പ്രധാനമായിട്ട് റസൂൽ എല്ലാവരും അശ്രദ്ധമാകുന്നിടത്ത് ഞാൻ അള്ളാഹു കൂടുതൽ ശ്രദ്ധയോടെ പ്രവർത്തിക്കുക എന്ന രീതിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുലർത്തുന്നത്. അത് നമുക്ക് വലിയ പാഠമാണ്. എല്ലാവരും അശ്രദ്ധമായിരിക്കണം, അധികം പ്രവർത്തിക്കില്ല. പക്ഷെ റസൂൽ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തു റമദാൻ കഴിഞ്ഞാൽ പിന്നെ ശഅബാൻ എന്ന്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിൽ മറ്റേതെങ്കിലും മാസത്തിൽ നോമ്പെടുത്താൽ പോലും ശഅബാൻ നോമ്പെടുക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഇനി അടുത്ത മാസം മൊത്തം നോമ്പാ, പിന്നെ ഇപ്പോഴേ നോമ്പെടുക്കണമെന്ന്, അത് നമ്മുടെ ചിന്ത.
അടുത്ത മാസം മുഴുവൻ നോമ്പ് പിടിക്കാനുള്ളത് കൊണ്ട് ഈ മാസം എന്തായാലും ഇനിയൊരു നോമ്പിന് ഞാനില്ല, റിസ്ക് എടുക്കുന്നില്ല, ഇതാണ് അവസ്ഥ. പക്ഷെ അങ്ങനെയല്ല, നമ്മളൊരു നല്ല നിലയിലേക്ക് സന്നാഹം എന്നുള്ളത് എപ്പോഴും ഒരു വലിയ മെയിൻ മത്സരങ്ങളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് സന്നാഹ മത്സരങ്ങൾ ഏർപ്പെടുക എന്നുള്ള ഇവിടുത്തെ നാട്ടുനടപ്പാണ്. അതുപോലെ നമ്മൾ വളരെ ശക്തമായ ഒരു കളരിയിലേക്ക് ഇറങ്ങി ചെല്ലാൻ പോവുകയാണ്. റമദാൻ എന്നത് ഒരു മാറ്റുരച്ച് നോക്കി മനുഷ്യന്റെ നന്മകളും തിന്മകളും ഒക്കെ മാറ്റുരയ്ക്കുകയും ഒരു മനുഷ്യന് തഖ്വയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള വലിയ പ്രവൃത്തി നടക്കുന്ന മാസമാണ്. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണ്ടേ? അതിനുവേണ്ടി അള്ളാഹുവിന് വേണമെങ്കിൽ റമദാൻ കൊണ്ടുവരട്ടെ, പിറ കാണട്ടെ, നോമ്പ് നമ്മളെ കൊണ്ട് പിടിപ്പിക്കട്ടെ, തറാവി നമ്മൾ നിസ്കരിപ്പിക്കട്ടെ, നമ്മളെ വേണമെങ്കിൽ റബ്ബങ്ങ് നന്നാക്കട്ടെ എന്നാണ്. റബ്ബിന് വേണമെങ്കിൽ എന്നെ ഒന്ന് നന്നാക്കട്ടെ, റമദാൻ വരെയല്ലേ എന്നുള്ള മനോഭാവത്തിൽ നമ്മളിവിടെ നന്നാവുക. ഒരു മനുഷ്യൻ മാറാൻ തീരുമാനിക്കാതെ ആ മനുഷ്യന് മാറ്റം ഉണ്ടാവില്ല. നമ്മൾ മാറാൻ തീരുമാനിക്കാതെ നമുക്ക് മാറ്റം ഉണ്ടാവില്ല എന്ന് വിശുദ്ധ ഖുർആൻ. ഒരു സമൂഹത്തിനും ഉണ്ടാവില്ല മാറ്റം. മാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം, നമ്മുടെ തീരുമാനമായിരിക്കണം. ഒരുപാടായില്ലേ ജീവിതം, നമ്മൾ കഴിഞ്ഞ റമദാൻ മാസം കഴിഞ്ഞു, ഇത്രയും സഞ്ചരിച്ച് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എത്ര മനുഷ്യരാണ് നമ്മളോട് വിട പറഞ്ഞു പോയത്. പലരുമില്ല ഈ പള്ളിക്കകത്ത് തന്നെ എത്ര വലിയ ശൂന്യതകൾ ബാക്കി അവശേഷിപ്പിച്ചുകൊണ്ട് എത്ര മനുഷ്യർ മരണപ്പെട്ടു പോയി. അടുത്ത ഈ റമദാൻ ഇനിയും വരും, പക്ഷേ അന്നും ഇവിടെ ജുമാ അടക്കും, പ്രസംഗിക്കാൻ ഒരാളുണ്ടാവും, കേൾക്കാനും കുറേ വിശ്വാസങ്ങളുണ്ടാവും ഇൻഷാ അല്ലാഹ്. പക്ഷേ അത് പലരും ഉണ്ടാവില്ല, ഞാനും അടക്കം ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, നമുക്കിനി ഒരു അവസരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പം ഇതാണ് നമ്മൾ അവസാന റമദാൻ, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന അവസാന നിമിഷങ്ങളാണിത്. ഇനിയും മാറിയില്ലെങ്കിൽ ഇനി എന്നാ നന്നാവുക? ഇനിയും മാറിയില്ലെങ്കിൽ ഇനി എന്ന് നന്നാവാനാണ്? എവിടെയാണ് തിരുത്തുന്നത്? എവിടെയാണ് തഖ്വ തിരിച്ചു പിടിക്കുന്നത്? എപ്പോഴാണ് ഇനി സമയം കിട്ടുന്നത്? ആലോചിക്കേണ്ട മനുഷ്യൻ. ആ ആലോചനകളാണ് ചിന്തിക്കലും. മനുഷ്യൻ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവും. ആ ആലോചനകൾ നമുക്ക് അനിവാര്യമായിട്ടുള്ളത്. ഒന്നും മാറാം, ഇനിയും വൈകിട്ടില്ല, നമുക്കിനി സമയമുണ്ട്. ഇവിടെ മുതൽ മെല്ലെ ഒരു മാറ്റത്തിന് തുടങ്ങാമെന്ന്. ഈ ശഅബാൻ മാസം തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ, അമലുകൾ വർധനവുണ്ടാവുക, തിന്മകളിൽ നിന്ന് കൂടുതൽ അകന്നു നിൽക്കുക, റവാത്തിബ് സുന്നത്തുകൾ നമസ്കരിച്ചുകൊണ്ട് നിസ്കാരം തീരെ ഇല്ലാത്ത നിസ്കാരം കൃത്യമായി ജീവിതത്തിൽ കൊണ്ടുവന്ന് ആ രീതിയിൽ ശീലിക്കുക, ദിക്റുകൾ വർദ്ധിപ്പിക്കുക, അച്ചടക്കം കുറെ കൂടി പാലിക്കുക, സംസാരത്തിൽ സൂക്ഷ്മത കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുക. അങ്ങനെ പടിപ്പടിയായി റമദാനിലേക്ക് കടക്കുമ്പോൾ തന്നെ വലിയ മാറ്റത്തോടെ ഒരു മനുഷ്യന് കടക്കാൻ കഴിഞ്ഞാൽ റമദാൻ വല്ലാതെ അതിൻ്റെ ഹലാവത്ത്, അതിൻ്റെ മാധുര്യം അനുഭവിക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. ഒരു മാസം കൂടി കടക്കുമ്പോൾ നല്ല തഖ്വയുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് മടങ്ങാൻ കഴിയും. ആ തഖ്വയല്ലേ നമ്മൾ ലക്ഷ്യമിടുന്നത്? ആ തഖ്വയിലായി നമ്മൾ മരണപ്പെട്ടു പോയാലോ നമ്മൾ പാവങ്ങളെല്ലാം പൊറുക്കപ്പെട്ടവനായി വിശുദ്ധനായി പിറന്ന കുഞ്ഞിന് സമാനമായി പാവമുക്തനായി പടച്ചവന്റെ മുമ്പിൽ പോയി നിൽക്കാൻ കഴിഞ്ഞാൽ അതിലും വലിയ മഹാഭാഗ്യം നമുക്കുണ്ടോ, മഹാവിജയം നമുക്കുണ്ടോ? അതല്ലേ നമ്മൾ ലക്ഷ്യമിടേണ്ടത്. ആ വിജയത്തിലേക്ക് നമ്മൾ കൂടി ആഗ്രഹിച്ച് പരിശ്രമിക്കണ്ടേ, നമ്മൾ കൂടി ഇറങ്ങി പ്രവർത്തിക്കണ്ടേ? വെറുതെ ഇരുന്ന് കിട്ടുമൊന്നുമില്ല. അതുകൊണ്ട് ഗൗരവത്തോട് ആലോചിക്കുക. ശഅബാൻ മാസമാണ് നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ആദ്യവാരം കടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, നിമിഷങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ റമദാന് മുമ്പ് തന്നെ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ, പ്രവർത്തികളിൽ, ഉണരുമ്പോൾ, ഉറങ്ങുമ്പോൾ, ബാത്റൂമിൽ കിടക്കുമ്പോൾ അങ്ങനെ ശീലിക്കുന്ന കുറേ ദിക്റുകളുണ്ടല്ലോ. ഓരോന്നും ജീവിതത്തിൽ ഒന്നുകൂടി ഓർത്ത് പറയാൻ, ജീവിതത്തിന്റെ ശീലമാക്കാൻ നമുക്ക് കഴിയണം. അല്പം കൂടി ഇനി സമയം കണ്ടെത്തണം, കുറച്ചുകൂടി ഖുർആൻ ഓതാമെന്ന് ഒരു പേജെങ്കിലും ഒന്ന് നോക്കിയിരിക്കാനെങ്കിലും നമ്മൾ ഇപ്പോഴേ സമയം കണ്ടെത്തിയാൽ മാത്രമേ റമദാൻ മാസമാകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യാൻ കഴിയത്തുള്ളൂ. ഒറ്റ ദിവസം കൊണ്ട് നന്നാവാനും മനുഷ്യനെ കൊണ്ട് സാധ്യമാവുന്ന കാര്യമില്ല. ആ റമദാൻ വന്നു, ഇന്ന് മുതൽ ഞാൻ അങ്ങ് നന്നായി. അങ്ങനെ നന്നാവുന്നവർ 2 ദിവസം പള്ളിയിലുണ്ടാവും, ഖിയാമുൽ ലൈൽ ഉണ്ടാവും, റവാത്തിബ് സുന്നത്ത് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. 2 ദിവസം ഉണ്ടാവും എല്ലാം. പിന്നെ നോമ്പ് തന്നെ ഉണ്ടെങ്കിൽ വലിയ അത്ഭുതം തന്നെ. എല്ലാവരും പിടിക്കുന്നുണ്ട്, കൂട്ടത്തിലാകുന്നു എന്നത് മാത്രമാണ് നോമ്പ് പലരെയും ഇന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. നോമ്പ് പിടിക്കാൻ കാര്യമാണ്, നാട് നീളെ പട്ടിണിയെ, പിന്നെ ഞാൻ കൂടെ കൂട്ടത്തിൽ കൂടി എന്ന് മാത്രം. അതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യന്റെ ഇച്ഛാശക്തി കൊണ്ട് പലരും നോമ്പ് പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ മാത്രമാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റൂല എന്നുള്ള അവസ്ഥ നമുക്കുള്ളത്. അതുകൊണ്ട് ശഅബാൻ നോമ്പില്ലാത്ത പോകുന്നത്. നമ്മൾ കൃത്യമായിട്ട് ആലോചിക്കുക, വിലയിരുത്തുക. ജീവിതത്തിന് തിരുത്താനുള്ള അവസ്ഥയാണ്, അവസരങ്ങളാണ്, അവസാന നിമിഷങ്ങളാണെന്ന് കണക്കാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.